ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫോൾഡ് Z Fold 7 എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഓഗസ്റ്റ് 28-ാം തീയതി. അപ്പൊ നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നാട്ടില് വെക്കേഷന് പോയ സമയത്തൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്ത ഫോണായിരുന്നു. അപ്പൊ അതിന്റെ ഒരു യൂസർ റിവ്യൂ പറയാനായിട്ടാണ് മെയിനായിട്ട്. അതായത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. നാട്ടിൽ പോയ സമയത്ത് കുറച്ച് സമയം കിട്ടി. വർക്ക് ചെയ്യുന്ന സമയത്താണ് അത്ര യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ, കാരണം ഡെയിലി യൂസിനുള്ള ബാറ്ററി ബാക്കപ്പ് അറിയാൻ പറ്റി. പിന്നെ ഒരു ഇൻഹാൻഡ് ഫീല്, അതൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് Fold 7. ഏകദേശം ഇപ്പോൾ ഒരു 1.8 lakhs നമ്മുടെ നാട്ടിൽ വില വരുന്നുണ്ട് ഇപ്പോൾ ഇതിന്. ഇവിടെ ഏകദേശം 639 KD ആണ് കുവൈറ്റ് ദിനാറിൽ റേറ്റ് വരുന്നത്. സോ ഇത്തിരി എക്സ്പെൻസീവ് ഫോണാണ്, കുറച്ച് റേറ്റ് ഉണ്ട് ഫോണിന്. അതിനുള്ള ഫോൺ ഉണ്ടോ, സ്റ്റിൽ വർത്ത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഐ തിങ്ക് മൈ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നോക്കുമ്പോൾ സ്റ്റിൽ വർത്ത് ആണ്. കാരണം നമുക്ക് അത്യാവശ്യം വീഡിയോ കാണുന്നവരാണെന്നെങ്കിൽ നമുക്ക് ഇതിന്റെ വൈഡ് സ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മുമ്പത്തെ ഫോണുകളെ അപേക്ഷിച്ച് ക്രീസിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. മാത്രമല്ല കുറച്ചുകൂടി തിന്നായിട്ടുണ്ട് ഫോൺ. ഇതാണ് അതിന്റെ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഒരു തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത്ര സ്ലിം ആണ് ഫോൺ എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കൊരു സാധാരണ ഫോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് S22 Ultra ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തുന്ന ആ ഫോണിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ആ ഒരു സെയിം സൈസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡെയിലി യൂസിന് പക്കയാണ്, ഒരു കുഴപ്പമില്ല. മാത്രമല്ല നമുക്ക് ഇതിന്റെ കവർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ചിന്റെ 2x AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കവർ സ്ക്രീൻ എന്ന് പറയുന്നത് ഏകദേശം ഇതൊരു നോർമൽ റെഗുലർ ഫോണിന്റെ സൈസിലാണ് ഈ ഒരു കവർ ഡിസ്പ്ലേ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഇതിന്റെ ഇന്നർ സ്ക്രീൻ യൂസ് ചെയ്താൽ മതി. അല്ലാത്ത സമയത്ത് നമുക്ക് നോർമൽ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരുവിധം എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിലാണ് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം റിഫ്രഷ് റേറ്റ് ഉണ്ട്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അറിയാലോ, സാംസങ്ങിന്റെ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി നമുക്കറിയാലോ, ഞാൻ പറഞ്ഞു തരണ്ട. സെയിം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 8 ഇഞ്ചിന്റെ നല്ല ഒരു ഇന്നർ സ്ക്രീൻ വരുന്നുണ്ട് ഇതില്. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന ഒരു ഫീല് നമുക്കിത് കിട്ടും. വീഡിയോ കാണാനും സിനിമ കാണാനും, പ്രത്യേകിച്ച് നമുക്ക് ഒരു ഫുൾ മൂവിയൊക്കെ കാണാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു വാച്ചിങ് എക്സ്പീരിയൻസ് ഈ ഒരു 8 ഇഞ്ച് സ്ക്രീനിൽ നമുക്ക് കിട്ടും. സോ അതന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റിൽ വർത്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു വലിയ വൈഡ് സ്ക്രീനിൽ വീഡിയോ കാണാനും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് നമുക്ക് ഇതിൽ കാണാനും ആഗ്രഹമുള്ളവർക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, മീൻസ് ടാബ്ലറ്റിൽ വർക്ക് ചെയ്യുന്ന കുറച്ചും കൂടി മൾട്ടി ടാസ്കിങ് ഒക്കെ എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്റ്റിൽ വർത്താണ്. കാരണം നമുക്കൊരു 2 ഫോൺ കൊണ്ട് നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഇല്ല. വളരെ നോർമലായിട്ട് നമുക്ക് സാധാരണ ഒരു റെഗുലർ ഫോൺ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്ലസ് പോയിന്റ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ. ഓഫ് കോഴ്സ് സാംസങ്ങിന്റെ ക്യാമറ ക്ലാരിറ്റി അറിയാം. ഇതിലൊരു 200 പിക്സലിന്റെ ഒരു മെയിൻ സെൻസറും, ഒരു 10 മെഗാ പിക്സലിന്റെ ടെലഫോട്ടോ ലെൻസും, പിന്നെ ഒരു 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും ആണ് ഇതിൽ വരുന്നത്. ഒരു 3x ഒപ്റ്റിക്കൽ ടെലഫോട്ടോ കൂടി ഇതിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ 5 ക്യാമറയാണ് വരുന്നത്. ബാക്കിലെ മെയിൻ ക്യാമറ 3 പിന്നെ നമുക്ക് കവർ ഡിസ്പ്ലേയിൽ ഒരു 10 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറ വരുന്നുണ്ട്. സെയിം നമുക്ക് ഇന്നർ ഡിസ്പ്ലേയിലും ആ ഒരു ക്യാമറ, ഇതിപ്പോ കട്ടൗട്ട് നമുക്ക് കാണാൻ പറ്റും ക്യാമറയുടെ. കാരണം മുമ്പ് ഇതൊരു അണ്ടർ സ്ക്രീൻ ക്യാമറ ആയിരുന്നു. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് 2 ഫോട്ടോസ് നോക്കാം ഇതിൽ എടുത്തിട്ടുള്ള ക്ലാരിറ്റി. ഇതിലിപ്പോ എടുത്തിരിക്കുന്ന വാൾപേപ്പർ ഫോട്ടോ ഇതിലെടുത്തൊരു ഫോട്ടോയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ പോർട്രേറ്റ് മോഡിൽ എടുത്ത ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ ഫാമിലി ഫോട്ടോ കാണിച്ചു തരാൻ മെയിനായിട്ട് കാരണം ആ ഒരു ഡൈനാമിക് റേഞ്ച് ഒക്കെ നന്നായിട്ട് അതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഔട്ട്ഡോർ എടുത്ത ഫോട്ടോസ് ആണ്, അതൊക്കെ നന്നായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയാണ് ക്യാമറ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഇത്രയും വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ഒരു ഡീറ്റെയിലിങ് നല്ല രസമാണ്. പിന്നെ സൗണ്ട് ക്ലാരിറ്റി, 2 സ്പീക്കേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ മുകളിൽ ഇവിടെ ഒരു സ്പീക്കർ വന്നിട്ടുണ്ട്, താഴെ ആണ് ഇവിടെ ഒരു സ്പീക്കർ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഒരു തിക്നെസ് വളരെ വളരെ കുറവാണ്. പിന്നെ ബാറ്ററി
ബാറ്ററി ബാക്കപ്പ് ആണ് ഇത്രയും ഒരു ഫോണിന് വെല്ലുവിളി. കാരണം ഇത്രയും വലിയൊരു സ്ക്രീൻ വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം mAh ഉള്ള ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ, പക്ഷെ ഇതിൽ 4400 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ആസ് ഓഫ് നൗ എനിക്ക് അങ്ങനെ വലിയൊരു ബാറ്ററിയുടെ പ്രശ്നം വന്നിട്ടില്ല. കാരണം എൻ്റെ യൂസ് അങ്ങനെയാണ്. നിലവിൽ നാട്ടിലുണ്ടായിരുന്നപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. മേ ബി പുതിയ ഫോൺ ആയതുകൊണ്ടായിരിക്കാം. സാംസങ് അങ്ങനെ ഒരു കുഴപ്പം വരാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബാറ്ററിയിൽ ഒരു ഡ്രോബാക്ക് വരാറുണ്ട്. ബട്ട് ഈ S22 Ultra'ക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എടുത്തപ്പോൾ ഉള്ളൊരു, അത് ഓഫ് കോഴ്സ് അങ്ങനെയാണ്, പുതിയ ഫോണുകൾ പിന്നീട് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. ബട്ട് സ്റ്റിൽ 4400 mAh ബാറ്ററി ഇത്രയും ഒരു തിൻ ഫോണിൽ കൊടുത്തു, കുഴപ്പമില്ല. പണ്ടത്തെ അപേക്ഷിച്ച് നല്ലതാണ്. ബട്ട് 6000 mAh ഫോൺ, ഫോൾഡിങ് ഫോണൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിന്റെ ഡിസൈൻസ് വളരെ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ 3 കളറിലാണ് ഇതിൽ വരുന്നത്. ഒരു ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രേ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക്. 3 കളറിലാണ് ഫോൺ വരുന്നത്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ പോലെ പക്കയാണ്, നോ ഡൗട്ട്. നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത്തരം യൂസേജ് ആവശ്യമുള്ളവർക്ക് സ്റ്റിൽ ഇതൊരു എക്സ്പെൻസീവ് അല്ല. നമുക്ക് ആ ഫോണിന്റെ ഒരു ഉപയോഗം അത്രയ്ക്ക് ഉണ്ട്. നമുക്ക് അത്രയും വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണ റെഗുലർ ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2 ഫോണൊന്നും ക്യാരി ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു ഫോണും ഒരു ടാബ്ലറ്റ് ഒന്നും ക്യാരി ചെയ്യണ്ട എന്നുള്ളൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ ഇത് വർത്താണ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പറയുന്ന പോലെ നോർമൽ ഫോൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് S25 Ultra പോവായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം സ്റ്റിൽ അതിന്റെ ക്യാമറ കുറച്ചും കൂടി മാറ്റമുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 200 സെൻസർ അല്ല S25 Ultra ഉള്ളത്. പിന്നെ ഇതിൽ മെയിൻ ഒരു ഡ്രോബാക്ക് വരുന്നത്, ഇതിന് മുമ്പ് S Penന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ അത് ഇതിന്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി സാംസങ് അത് ഭംഗിയായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇതിലിപ്പോൾ S Pen സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അത് ഈ മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ഡ്രോബാക്ക് ആണ്. പക്ഷെ കുഴപ്പമില്ല, സ്റ്റിൽ നമുക്ക് നമ്മുടെ കൈകൊണ്ട് ഉപയോഗിക്കുമ്പോൾ പ്രശ്നമില്ല. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓക്കെയാണ്. സോ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, സ്റ്റിൽ വർത്താണ് ഫോൺ. സോ ഇതാണ് എൻ്റെ ഒരു 3 മാസത്തെ യൂസർ എക്സ്പീരിയൻസ് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഗൈസ്. സോ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.